കൈവിരലുകൾ പതുക്കെ മടക്കുക, നിവർത്തുക. വീണ്ടും മടക്കുക, നിവർത്തുക. ഇത് 10 പ്രാവശ്യം ചെയ്യുക. വിരലുകൾക്ക് ശക്തി കൂട്ടാൻ ടവൽ ഉപയോഗിച്ചുള്ള ഒരു എക്സർസൈസാണ് അടുത്തത്. ടവൽ ഇങ്ങനെ വിരലുകൾ കൊണ്ട് അടുത്തേക്ക് വലിക്കുക. അതേപോലെ തന്നെ അത് പിന്നോട്ടും ഉന്തി മാറ്റുക. കുറേശ്ശെയായി പിന്നോട്ട് വിരലുകൾ കൊണ്ട് ഉന്തി മാറ്റുക. വീണ്ടും അതേപോലെ ചെയ്യുക. കൃത്യമായി എല്ലാ വിരലുകളും മടക്കി തുണി വലിക്കാൻ നോക്കുക. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സ്പോഞ്ച്. ആ സ്പോഞ്ച് ഇതുപോലെ സ്ക്വീസ് ചെയ്യുക. കുറഞ്ഞ പവറുള്ള മസിൽസ് ആണെങ്കിൽ സ്പോഞ്ച് കൊണ്ട് ഉള്ള എക്സസൈസ് തുടങ്ങുകയായിരിക്കും എളുപ്പം. അടുത്തതായി ക്ലിപ്പുകൾ. അതായത് നമ്മൾ തുണി ഉണക്കാനൊക്കെ ഇടുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ക്ലിപ്പാണിത്. ഇതെടുത്ത് തമ്പും പിന്നെ ഓരോ ഫിംഗറും ഉപയോഗിച്ച് അമർത്തുക, വിടുക. ഓരോ വിരൽ മാറ്റി മാറ്റി അമർത്താൻ നോക്കുക. 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഇത് സ്മൈലി ബോളാണ്. മാർക്കറ്റിലെല്ലാം സുലഭമായി ലഭിക്കും. ഇതുപയോഗിച്ച് നമുക്ക് വിരലുകൾക്കുള്ള എക്സസൈസ് കൊടുക്കാം. ഇത് അമർത്തുക, ഹോൾഡ് ചെയ്യുക, ഒരു 3 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക, പിന്നീട് പതുക്കെ വിടുക. വീണ്ടും അമർത്തുക, ഒരു 3 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക, അതേപോലെ വിടുക. ഇത് ഫിംഗർ എക്സസൈസിനുള്ള എക്സർസൈസിങ് റിങ്സ് ആണ്. ഇതിന് ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ 3 ലെവലാണുള്ളത്. ഏറ്റവും ആദ്യത്തേത് ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ അടുത്തത് യെല്ലോ ആയി കാണുന്നത്, ലാസ്റ്റിലുള്ളത് റെഡ് കളറ് തേർഡ് ലെവലാണ്. നിങ്ങളിത് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് റിങ്സ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് അത് സ്ക്വീസ് ചെയ്യണം. സ്ക്വീസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക, പിന്നെ പതുക്കെ വിടുക. നമ്മൾ എങ്ങനെയാണോ സ്മൈലി ബോൾ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഫസ്റ്റ് ലെവൽ എളുപ്പമായി തോന്നിയാൽ പിന്നീട് സെക്കൻഡ് ലെവലിലേക്ക് കടക്കാം. അടുത്തതായി കോർഡിനേഷനും ഫ്ലെക്സിബിലിറ്റിയും ഫിംഗേഴ്സിന് കൂട്ടാനുള്ള ഒരു എക്സസൈസ് ആണ്. ഓരോ വിരലുകൾ കൊണ്ട് തമ്പിൽ തൊടാൻ നോക്കുക. വീണ്ടും ഇതേപോലെ തന്നെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ചെയ്യുക.